കണ്ണൂരിൽ വച്ച് 9 മണിയോടെ ഈ രൂപത്തിൽ ഒരാളെ കണ്ടതായുള്ള സാക്ഷിമൊഴിയുണ്ട്. പോലീസ് പരിശോധനകൾ നടത്തുന്നു, CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു, വലിയ തോതിലുള്ള തെരച്ചിൽ നടക്കുകയാണ്. അതിസുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും എങ്ങനെ ഗോവിന്ദച്ചാമി ഈ രീതിയിൽ പുറത്തേക്ക് കടന്നു? വലിയ വീഴ്ച സംഭവിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിലെന്തെങ്കിലും ഒത്താശയുണ്ടായോ എന്നത് മാത്രമാണ് അറിയാനുള്ളത്. വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അയാൾക്ക് ഒറ്റയ്ക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്യാനാകുമോ എന്ന് അറിയില്ല. ഏതായാലും ഇന്ന് പുലർച്ചയോടെ കേരളത്തെ തേടിയെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. സൗമ്യ വധക്കേസിലെ പ്രതി കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്ന വാർത്ത. തെരച്ചിൽ നടക്കുകയാണ്. കണ്ണൂരിൽ അയാളെ കണ്ടതായി ദൃക്സാക്ഷിമൊഴിയുണ്ട്. അയാൾ പിടിയിലായി എന്ന സൂചനകൾ നമുക്ക് മുന്നിൽ എത്തുന്നു. സ്ഥിരീകരണങ്ങൾ ലഭ്യമായിട്ടില്ല. ഉടൻ തന്നെ ഇക്കാര്യങ്ങളിൽ സ്ഥിരീകരണം ലഭിക്കും എന്നാണ് കരുതുന്നത്. ആരും ഭയക്കേണ്ട കൊടും ക്രിമിനലാണ്, ലൈംഗിക കുറ്റവാളിയാണ് ഗോവിന്ദച്ചാമി. ഇയാൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നതാണ്. പിന്നെയാണ് അത് ഇരട്ട ജീവപര്യന്തമാക്കി ഇളവ് ചെയ്തു കൊടുക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായത്. വധശിക്ഷ റദ്ദാക്കുന്ന സാഹചര്യം പിന്നീടാണ് ഉണ്ടായത്. ആ രീതിയിൽ ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ആരും ഭയക്കേണ്ടുന്ന അവസ്ഥയുള്ള കൊടും ക്രിമിനലാണ് എന്നാണ് അദ്ദേഹത്തെ പിടികൂടിയ പോലീസുകാരനടക്കം അഷ്റഫ് മണലാടി അടക്കം അല്പസമയം മുമ്പ് ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചത്. ഇങ്ങനെ ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനമാകെ നൽകിയിരിക്കുകയാണ്. വലിയ തെരച്ചിൽ നടക്കുന്നു. കണ്ണൂരിൽ അയാളെ 9 മണിക്ക് കണ്ടതായാണ് ദൃക്സാക്ഷി മൊഴിയുള്ളത്. ഗോവിന്ദച്ചാമിയെ പിടികൂടി എന്ന സൂചനകൾ ഈ ഘട്ടത്തിൽ എത്തുന്നുണ്ട്. ഈ ഒരു ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരാൾ ഇപ്പോൾ ആ ഒരു CCTV ദൃശ്യത്തിൽ ഇപ്പോൾ നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ, ഏത് തരത്തിലുള്ള തെരച്ചിലാണ് നടക്കുന്നത്? പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ? എന്തെങ്കിലും തരം സ്ഥിരീകരണങ്ങൾ ഇയാളെ പിടികൂടിയതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ? കമ്മീഷണർ ഉൾപ്പെടെ പറയുന്നത് ഇയാൾ പിടിയിലായിട്ടില്ല എന്ന് തന്നെയാണ്. പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇയാൾ ഓടിപ്പോയി എന്ന ദൃക്സാക്ഷികൾ കണ്ടതായി പറയുന്ന ഭാഗത്ത് അവിടെയുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ഇപ്പോൾ ശേഖരിച്ചു. ആ ദൃശ്യങ്ങളിലുള്ള ആളെ ഇത് തന്നെയാണോ നേരത്തെ കണ്ടത് എന്ന കാര്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇവിടെയുള്ള ഒരു കടയിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നേരത്തെ ഇയാളെ കണ്ടു എന്ന് പറയുന്ന ആൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ള കാര്യത്തിൽ ഏതായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗോവിന്ദച്ചാമിയെ പിടികൂടിയിട്ടില്ല എന്ന വാർത്തയാണ് എത്തുന്നത്. നിരാശാജനകമാണ് അത്. പിടിയിലായിട്ടില്ല എന്ന് സംസ്ഥാന പോലീസ് മേധാവി തന്നെ പറയുകയാണ്. പുലർച്ചെ 3:30യോടെയാണ് ഇയാളെ കണ്ണൂർ DCC ഓഫീസ് പരിസരത്ത് കണ്ടതായി സംശയം പറഞ്ഞിരിക്കുന്നത്. ദൃക്സാക്ഷി മൊഴി അതാണ് ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തെരച്ചിൽ നടക്കുകയാണ്. ഏതായാലും വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതീവ സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്നും എങ്ങനെ ഇങ്ങനെ ഒരു കൊടും ക്രിമിനൽ പുറത്തേക്ക് ചാടി എന്നതാണ് അറിയേണ്ടത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് വടമടക്കം ഉപയോഗിച്ചു, തുണി കൊണ്ട് വടമടക്കം കെട്ടിയാണ് അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ബ്ലേഡ് ഉപയോഗിച്ച് ആ കമ്പികൾ മുറിക്കുവാൻ ഇയാൾക്ക് സാധിച്ചത്? ഒറ്റയ്ക്കൊരു പരിശ്രമത്തിലൂടെ അതിനൊക്കെ പറ്റുമോ? അതല്ലെങ്കിൽ അത്തരം തയ്യാറെടുപ്പുകൾ എന്തുകൊണ്ട് അതിൻ്റെ ഉള്ളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല? ഇത്തരം ചോദ്യങ്ങൾ ഈ മണിക്കൂറിൽ ഉയരുന്നുണ്ട്. ഏതായാലും ഗോവിന്ദച്ചാമി പുറത്താണ് എന്നുള്ള അത്യന്തം ഗൗരവതരമായ വാർത്തയാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. അത്യന്തം ജാഗ്രത പാലിക്കേണ്ട വാർത്ത. തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിഖിൽ, എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ? ഏതായാലും അല്പസമയം മുൻപ് നമ്മൾ കാണിച്ച ദൃശ്യങ്ങൾ, അത് ഈ സമീപത്തെ കടയിൽ നിന്ന് ഗോവിന്ദച്ചാമി നടന്നു പോകുന്നുവെന്ന് കണ്ടതായി പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ CCTV പരിശോധനയാണ്. ആ CCTVയുടെ ദൃശ്യങ്ങളാണ് കണ്ടത്. ആ ദൃശ്യങ്ങൾ
ഇയാളെ കണ്ടു എന്ന് പറയുന്ന ആൾ തിരിച്ചറിയുകയും കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിസരത്തേക്ക് ഇപ്പോൾ ഡോഗ് സ്ക്വാഡിനെ എത്തിച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിലുള്ളത് ഗോവിന്ദസ്വാമി അതായത് നേരത്തെ ഈ പരിസരത്തും കൂടെ പോകുന്നതിന് ആളുകൾ കണ്ടു എന്ന് പറയുന്നുണ്ട്. ആ ആള് തന്നെയാണ് ഇത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും അത്തരത്തിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് തന്നെ ഉണ്ട് എന്നൊരു അങ്ങനെ ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതനുസരിച്ചുള്ള പരിശോധനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ. നിഖിൽ, ഏതായാലും ഇയാൾക്ക് കണ്ണൂർ വിട്ടുപോകുവാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് തന്നെയല്ലേ അനുമാനിക്കേണ്ടത്? കാരണം പോലീസ് സ്റ്റേഷനുകളിലടക്കം പരിശോധന നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പറയുമ്പോഴും ഇയാൾക്ക് മുന്നിൽ മണിക്കൂറുകൾ സമയം കിട്ടിയിട്ടുണ്ട്. അപ്പോഴും ആശ്വാസകരമാകുന്ന ഒരു കാര്യം ഇയാളെ 9 മണിക്ക് കണ്ടു എന്നുള്ളതാണ്. അപ്പോഴേക്കും ഈ വാർത്തയൊക്കെ അറിഞ്ഞ് വലിയ തോതിൽ ചർച്ചയാകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ 9 മണിക്ക് കണ്ണൂരിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അയാൾക്ക് കണ്ണൂർ വിടുവാനുള്ള സാധ്യത ഇല്ലല്ലോ അല്ലേ? അപ്പോൾ കണ്ണൂരിൽ മാത്രം തന്നെ അരിച്ചു പറക്കിയാൽ ഒരു പക്ഷേ പോലീസിന് ഉടൻ പിടികൂടാൻ കഴിഞ്ഞേക്കും ഗോവിന്ദസ്വാമിയെ അല്ലേ? നേരത്തെ നമ്മളോട് ദൃക്സാക്ഷികൾ പറഞ്ഞ വഴി, ആ വഴിയിലേക്ക് തന്നെ ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് കൂടി പോകുന്നു. ആ പോലീസ് നായ മണം പിടിച്ച് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ആ വഴിയിലേക്ക് തന്നെ പോകുന്നു. അങ്ങനെയെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ ദൃക്സാക്ഷി പറഞ്ഞത് ഈ റോഡിലൂടെ നടന്നു വന്ന് പിന്നീട് ഇപ്പോൾ ഈ കാണുന്ന ഇടവഴിയിലേക്ക് കയറി പിന്നീട് ആ മതിലിനപ്പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. അതേ വഴിയിലേക്ക് കയറി പിന്നീട് ആ മതിലിനപ്പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. അതേ വഴിയിലൂടെ ഇപ്പോൾ പോലീസ് നായ പോവുകയാണ്. പോലീസ് നായ ആ വഴിയിലേക്ക് പോകുന്നതാണ് കാണുന്നത്. ഇയാൾ ഒളിച്ച് നിൽക്കുന്നുണ്ട്. കാരണം അരമണിക്കൂർ 9 മണിയോടുകൂടി മാത്രമാണ് ഇവിടെ കണ്ടു എന്ന് പറയുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് അല്പസമയം മുൻപ് നമ്മൾ കാണിച്ചത്. ഇവിടെയുള്ള ഒരു കടയിലെ ഈ വഴിയിലൂടെയാണ് പോയത് എങ്കിൽ ഈ പരിസരത്ത് ഉണ്ട് എന്ന് തന്നെ ഒരു അനുമാനത്തിലാണ് പോലീസ് ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് 9 മണിക്ക് ദൃക്സാക്ഷി അയാളെ കണ്ടിട്ടുണ്ട്. അക്കാര്യം അയാൾ മാധ്യമങ്ങളോടും പോലീസിനോടും പറഞ്ഞിട്ടുണ്ട്. കണ്ടത് ഗോവിന്ദസ്വാമിയെ ആണ് എന്ന കാര്യത്തിലാണോ പോലീസ് ഇപ്പോൾ ഒരു സ്ഥിരീകരണത്തിൽ എത്തിയിരിക്കുന്നത്? CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചു ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ നേരത്തെ കയ്യിൽ ഒരു കെട്ട് കെട്ടിയ ഒരാളാണ്. മാത്രമല്ല ഒരു കറുത്ത ട്രാക്ക് സൂട്ട് ധരിച്ച ആളാണ്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഡോഗ് സ്ക്വാഡ് ഇപ്പോൾ ഇത്തരത്തിൽ ഇയാളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എത്തിച്ചാണ് ഇവിടെ പോലീസ് നായയെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള പരിശോധന നടക്കുമ്പോൾ നേരത്തെ ദൃക്സാക്ഷികൾ പറഞ്ഞ വഴിയിലേക്ക് തന്നെ ഈ പോലീസ് നായയും പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇയാളാകാമെന്നൊരു ഏകദേശം ഉറപ്പിക്കാവുന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.